കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു, ഹാഷ് ടേബിൾ എന്താണെന്ന് പഠിച്ചു, കൊളീഷൻ എന്താണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ അത്. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫംഗ്ഷൻ നമുക്കൊരു വലിയൊരു കീ കിട്ടുകയാണെങ്കിൽ അതിനെ ചെറിയൊരു വാല്യൂ ആക്കി മാറ്റുക, കൺവേർട്ട് ചെയ്യുക. അതിനുപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറിനെ നമുക്ക് വേണമെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. ഈ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഹാഷ് ടേബിളിൻ്റെ ഇൻഡെക്സുകളായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഒരു ഒറിജിനൽ വാല്യൂ, അതിനെയാണല്ലോ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒറിജിനൽ വാല്യൂവും ഈ കൺവേർട്ടഡ് വാല്യൂവും തമ്മിലൊരു 1-to-1 മാപ്പിംഗ് നടക്കുന്നുണ്ട്. ശരിയല്ല? അപ്പോൾ ഓരോ കീക്കും എന്ത് വേണം? ഒരു ഇൻഡെക്സ് വേണം എന്നർത്ഥം. ആ ഒരു ഇൻഡെക്സേ ഉണ്ടാവാനും പാടും. ഒരു കീ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡെക്സുകൾ കിട്ടരുത്. ഒരു കീക്ക് ഒരു ഇൻഡെക്സ് മാത്രമേ കിട്ടാൻ പാടൂ. അത്തരം മാപ്പിംഗ് ആണ് ഏതിനകത്ത് ഉപയോഗിക്കുന്നത്? ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഹാഷ് ടേബിളിലോട്ട് മാപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഡെക്സിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കീ ടു ഇൻഡെക്സ് മാപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നർത്ഥം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്ത് കിട്ടുക. കാരണം ഈ എന്താണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, പല മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാവും നമ്മൾ ആ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അതിന് നമ്മൾ പല പേരിൽ അറിയപ്പെടും. ഹാഷ് വാല്യൂസ് എന്ന് പറയാം, ഹാഷ് കോഡ്സ് എന്ന് പറയാം, ഹാഷ് സംസ്, അല്ലെങ്കിൽ വെറുതെ ഹാഷസ്, അങ്ങനെ പല പേരിലും അത്തരം ഇൻഡെക്സുകൾ, അതായത് കൺവേർട്ടഡ് വാല്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് എടുത്തത്. ഒന്ന് സിനോണിംസ്. നമുക്ക് കുറച്ച് കീകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കീകൾ എന്തെങ്കിലും പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്ത് അതെല്ലാം ഒരേ വാല്യൂ കിട്ടുകയാണെങ്കിൽ, എല്ലാ കീകളെയും കൺവേർട്ട് ചെയ്താൽ ഒരേ വാല്യൂ കിട്ടില്ല. ചിലപ്പോൾ ചില കീകളൊക്കെ നമുക്ക് ഒരു വാല്യൂ തന്നെ റിസൾട്ടായിട്ട് തരാം. അത്തരം വാല്യൂസിൻ്റെ സെറ്റിനെ നമുക്ക് സിനോണിംസ് എന്ന് പറയാം. സിനോണിംസ് എന്താണ്? നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഒരേ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുക, കൺവേർട്ടഡ് വാല്യൂ ഒന്നാവുക. കീ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതിനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവുന്നു? സെയിം വാല്യൂ കിട്ടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 11നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1 എന്ന് റിമൈൻഡർ കിട്ടി. 21നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നാണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ ആ 11ഉം 21ഉം എന്താണ്? സിനോണിംസ് ആണ്. മനസ്സിലായല്ലോ? ഇനി കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് കണ്ടെത്തുന്നത് എന്തിനാ? ഈ കീ വാല്യൂ ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വാല്യൂ കൺവേർട്ട് ചെയ്ത് ഇൻഡെക്സ് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ ലൊക്കേഷനിലോട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ വേറൊരു വാല്യൂ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇത് കൊളൈഡ് ചെയ്തു എന്ന് പറയും. രണ്ടാമത്തെ വാല്യൂ ഓൾറെഡി ആ ലൊക്കേഷൻ ഒക്യുപ്പൈഡ് ആയി. അപ്പോൾ നമ്മളതിനെ, ആ സിറ്റുവേഷൻ എന്ത് പറയുന്നു? കൊളീഷൻ എന്ന് പറയുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനെ മാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെ സാധാരണ ഹോം അഡ്രസ് എന്ന് പറയും. പലപ്പോഴും ഈ കൊളീഷനൊക്കെ വരുമ്പോൾ ഈ ഹോം അഡ്രസ് നമുക്ക് മാറ്റേണ്ടതായിട്ടും വരാം. പിന്നെ കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തുണ്ടാവാം? ഹോം അഡ്രസ്സുകൾ ഉണ്ടാവാം. ആ ഹോം അഡ്രസ്സുകളുടെ എല്ലാം കൂടെ കളക്ഷനെയാണ് നമ്മൾ പ്രൈം ഏരിയ എന്ന് പറയും. ഹോം അഡ്രസ്സിൻ്റെ കളക്ഷനെ പ്രൈം ഏരിയ എന്ന് പറയാം. ഇനി നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത്, അതിപ്പോൾ സെർച്ചിങ്ങിനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനാവാം. അങ്ങനെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ലൊക്കേഷനിലാണ് കീ വാല്യൂവിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആവാം. കൊളീഷൻ വരികയാണെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനിൽ ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ സക്സസ്ഫുള്ളായി നമ്മൾ എന്തെങ്കിലും വാല്യൂവിനെ കണ്ടെത്തുന്നത്, ആ പ്രോസസ്സിനെയാണ് പ്രോബിങ് എന്ന് പറയുക. പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നടത്തി നമ്മൾ ഇൻഡെക്സ് കിട്ടി, ആ ഇൻഡെക്സിലെ എന്തെങ്കിലും ഒരു ടെസ്റ്റിംഗ് നടത്തുക, സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തുക. അത് പ്ലേസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനാവാം, എന്ത് വേണമെങ്കിലാവാം. ആ പ്രോസസ്സിനെ പ്രോബിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളിലെ ചിലതൊക്കെ, എല്ലാം ഉപയോഗിച്ചോളണമെന്നില്ല, ചിലതൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ കണ്ടെന്ന് വരാം. അപ്പോൾ എപ്പോഴും ഹാഷിംഗ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈ താഴെ പറയുന്ന ഈ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തിരിക്കണം. ഒന്ന്, കമ്പ്യൂട്ടേഷൻ സിമ്പിൾ ആവണം. കാരണം നമ്മളൊരു ഇൻഡെക്സ് കൺവേർഷൻ ഉപയോഗിക്കുന്ന
അത് കോംപ്ലിക്കേറ്റഡ് അൽഗോരിതം ആവരുത്, സിമ്പിൾ ആയിട്ടുള്ള കൺവേർഷൻ ആവണം. കാരണം എന്താ, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കൺവേർഷൻ തന്നെ ഈ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്ത് വാല്യൂ പുതുതായി ചേർക്കാനും അതുപോലെ വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാനും ആ പ്രോസസ്സിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ കൺവേർഷൻ നടത്തണം. അപ്പോൾ കൺവേർഷൻ ഉപയോഗിക്കേണ്ട ആ പ്രൊസീജിയർ ഏറ്റവും സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക, അതൊരു കാര്യം. പിന്നൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറേ ഉണ്ടെങ്കിൽ അതിൽ കുറേ സെല്ലുകൾ വേക്കൻ്റായി കിടക്കുക, ബാക്കിയെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഒരുവിധം എല്ലാ സെല്ലിലും നിറയുന്ന രീതിയിൽ വേണം എന്താക്കാൻ, ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. അത്തരത്തിലുള്ള ഫങ്ഷൻസ് വേണം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈവനായിട്ട് അറേയിൽ മുഴുവൻ അല്ലെങ്കിൽ ആ ഡേറ്റ സ്ട്രക്ചറിൽ മുഴുവൻ വാല്യൂസ് ഈവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ, ക്ലസ്റ്റർ ചെയ്ത് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത്തരം ഫങ്ഷൻസ് ഡിവൈസ് ചെയ്യാൻ. മറ്റൊന്ന്, കൊളീഷൻസ് പരമാവധി ഒഴിവാക്കുക. എന്തായാലും നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ, കുറേ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാല്യൂസിനെ നമ്മൾ എന്താക്കുന്നു, മാനേജബിൾ സൈസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ലൊക്കേഷണൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാകും. കാരണം ഒരുപാട് വാല്യൂസിനെ നമ്മൾ ചെറിയ ചുരുങ്ങിയ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായാലും ഒരു ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അപ്പോൾ കൊളീഷൻ എന്തായാലും ഉണ്ടാവും. പരമാവധി കൊളീഷൻസിനെ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഹാഷ് ഫങ്ഷൻസ് ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു വലിയ നമ്പറിനെ നമ്മുടെ ഉദ്ദേശം എന്താ, ചെറിയൊരു വാല്യൂ ആയി കൺവേർട്ട് ചെയ്യാമെന്നാണ്. അതിന് എന്ത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ 76, 49, 83, 6 ഉള്ളൊരു 7,00,000 എന്ന് തുടങ്ങുന്നൊരു വാല്യൂ ആണ്. അത് നമ്മൾ എന്താക്കി മാറ്റുന്നു, 208 ചുരുക്കി കൊണ്ടുവരുന്നു. അപ്പോൾ വലിയൊരു വാല്യൂവിനെ നമ്മൾ ചെറുതാക്കി അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്തത്, ഓരോ 2 ഡിജിറ്റ് എടുത്തു നിന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു വാല്യൂ കിട്ടി. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ വാല്യൂവിനെ എന്താക്കാം, ചെറിയൊരു വാല്യൂ ആക്കി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ, ഒരു കീ വാല്യൂവിന് നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാ കീ വാല്യൂസിനും അതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യണം. അത് നമ്മൾ ഇപ്പോൾ 208 വാല്യൂ ഇടുമ്പോഴും ഇതാണ് ചെയ്യേണ്ടത്. 208 പോയി വാല്യൂ എടുക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ ഈ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 208 എന്ന് വാല്യൂ ജനറേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ 208 ഈ വാല്യൂവിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന്, അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് സിമ്പിളാക്കണം. പിന്നെ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആ മെത്തേഡ് എന്തായിരിക്കണം, വലിയൊരു വാല്യൂവിനെ ചെറുതാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റെപ്പുകളാവണം. മറ്റൊരിതാണ്, ഒരു 4 അക്ക നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്തു, എന്നിട്ട് അതിൻ്റെ മിഡിൽ മാത്രം എടുത്തു, സ്ക്വയർ വാല്യൂവിൻ്റെ മിഡിൽ മാത്രം എടുത്തു. അപ്പോൾ ഇതുപോലത്തെ കുറേ 4 അക്ക നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. മിഡിൽ വാല്യൂ എടുക്കുമ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ഇൻഡെക്സായി കണക്കാക്കും. അപ്പോൾ ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, 99 എന്നുള്ള ഇൻഡെക്സിലായിരിക്കും. അങ്ങനെ കണ്ടെത്താം. അതുപോലെ ഇവിടെ വലിയൊരു സംഖ്യയിൽ എന്ത് ചെയ്തു, എൻഡ് ഡിജിറ്റുകൾ എടുത്തു. ഇവിടുത്തെ 2 എടുത്തു, 86 എടുത്തു, ഇവിടുത്തെ 74 എടുത്തു. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ കീ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്മോളർ വാല്യൂ കണ്ടെത്തി അത് നമുക്ക് ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളൊക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്ന ഇതാണ്, ഒരു ബിഗർ കീ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു, സ്മോളർ ഇൻഡെക്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബിഗർ വാല്യൂവും ഇൻഡെക്സും തമ്മിലൊരു റിലേഷൻ വന്നു എന്നർത്ഥം. ആ റിലേഷൻ അനുസരിച്ചാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ സ്റ്റോർ ചെയ്യപ്പെട്ട വാല്യൂ റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നല്ല ഒരു മെത്തേഡ് നമ്മൾ എഴുതി കഴിഞ്ഞാലും, ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാലും എന്തായാലും എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള കൊളീഷൻസ് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊളീഷൻ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടർ സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നു എന്ന് വിചാരിക്കും. സ്ട്രിങ്ങുകൾ ഇതൊക്കെയാണ്, ABCDEF, BCDEFA, അങ്ങനെ കുറച്ച് സ്ട്രിങ്ങുകൾ. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിലെല്ലാം എന്താ ഉള്ളത്, ഒരേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിരിക്കുക അല്ലേ. A തൊട്ട് E വരെയുള്ള ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സ്ട്രിങ്ങുകളാണ്. അതിൽ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്തത് ഇതാണ്, കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. നേരത്തെ പറഞ്ഞിരുന്നു, കീ ക്യാരക്ടർ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായും അത്
ഇൻറ്റിജർ ആയിരിക്കണം എന്ന് പറയുന്നു. കാരണം എന്താ, അറേയുടെ ഇൻഡെക്സുകൾ മുഴുവൻ ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്തെന്താണ്, ആസ്കി വാല്യൂകൾ എടുക്കുക. എയുടെയും ബിയുടെയും എല്ലാം കൂടെ ആസ്കി വാല്യൂസ് എടുത്തിട്ട് അത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 599 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. ഇപ്പോൾ എയുടെ എന്ന് പറഞ്ഞാൽ 96 മറ്റോ ആണെന്ന് തോന്നുന്നു, ബി എന്ന് പറഞ്ഞാൽ 97, അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 599 എന്ന് കിട്ടും. ശരിയാണല്ലോ. അതുപോലെ ഇത് ഈ പറഞ്ഞ 4 വാക്കുകൾ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്താ, 599 തന്നെയാണ്. കാരണം എന്താ, എല്ലാം ഒരേ ലെറ്റേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എ ഇപ്പോൾ ആദ്യം വന്നാലും എ അവസാനം വന്നാലും ഒക്കെ എയുടെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ 96 അല്ലെങ്കിൽ 97 96 97 ആണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ വാല്യൂസ് വരിക. ആ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 599 എന്ന് തന്നെ കിട്ടും. 599 ഒരു പ്രൈം നമ്പറാണ്. 599 എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എടുക്കുന്നതേ ഉള്ളൂ, ഒരു പ്രൈം നമ്പർ. എന്നിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ട്, നമ്മൾ മോഡുലസ് കണ്ടിട്ട് നേരത്തെ 10 എന്നുള്ളത് എളുപ്പത്തിന് വേണ്ടി മനക്കണക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ വലിയൊരു സംഖ്യയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലാണ് നമുക്ക് കൊളീഷൻസ് പരമാവധി ഒഴിവാക്കാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈം നമ്പേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇതുപോലെ എന്തുണ്ടാക്കാൻ, മോഡുലസ് ഒക്കെ വരുന്ന, ഡിവിഷൻ വരുന്ന സമയത്തൊക്കെ ചെയ്യാൻ. ഡിവിഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ഒരു സ്മോളർ കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊളീഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കൊളീഷൻ അവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത്, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ല, നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും സ്മോളർ സ്കെയിലിലോട്ട് ബിഗർ നമ്പേഴ്സിനെ കൊണ്ടുവരുമ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു ലൊക്കേഷനിലോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പല മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാം. അതൊരു മെത്തേഡാണ് ഈ ചെയിനിങ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിലൊക്കെ പഠിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ഈ റെഡൊക്കെ എന്താണ്, ഓരോ കീ വാല്യൂസ് ആണ്. ഈ റെഡിനെ ഏതിനെ നമ്മൾ ഡിവിഷൻ ചെയ്താലും 0 ആണ് റിമൈൻഡർ വരിക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോകേണ്ടത് ഈ ലൊക്കേഷനിലാണ്. അപ്പോൾ അവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്ത് 0 വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റിലിടുന്നു. അതുപോലെ 1 വരുന്ന എല്ലാം ഈ ലിസ്റ്റിലിടുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും 0 എന്നൊരു ആൻസർ കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസിലൊന്നും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, നേരെ ഈ 0 എന്നുള്ള ഇൻഡെക്സിൽ പോവുക. എന്നിട്ട് ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന വാല്യൂ ഉണ്ടാവും. അതിനകത്ത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലിസ്റ്റിനകത്ത് ആ വാല്യൂ ഇല്ലെന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതൊരു മെത്തേഡ് മാത്രം, കൊളീഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രം. അങ്ങനെ പല മെത്തേഡുകൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ വരുന്നുണ്ട്, പല മെത്തേഡുകൾ വരുന്നുണ്ട്. അതായത് ഒരു ലൊക്കേഷനിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വരികയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഹാഷിംഗ് എന്നുള്ള ടോപ്പിക്.